അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنفي هذا الكتاب ولجميع المؤمنين والمؤمنات. പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ അവൻ ഹിദായത്ത് കൊടുക്കുകയുള്ളൂ. ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കാത്ത മുനാഫിക്കീങ്ങളായ ആളുകളുടെ ദുശ്ചെയ്തികളാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞത്. ഇനി അല്ലാഹു തആല അവന്റെ ഓശാരമായി ഈമാൻ നൽകി അനുഗ്രഹിച്ചതായ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന വാഗ്ദാനങ്ങളാണ് ഇനി പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون لا تحسبن الذين كفروا معجزين في الأرض ومأواهم النار ولبئس المصير يا أيها الذين آمنوا ليستأذنكم الذين ملكت أيمانكم يا أيها الذين آمنوا ليستأذنكم الذين ملكت أيمانكم والذين لم يبلغوا الحلم منكم 3 مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء 3 عورات لكم ليس عليكم ولا عليهم جناح بعدهن طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم وإذا بلغ الأطفال منكم الحلم فليستأذنوا كما استأذن الذين من قبلهم كذلك يبين الله لكم آياته والله عليم حكيم. കിതാബിലേക്ക് നോക്കൂ. വഅദല്ലാഹു, അല്ലാഹു തആല വഅദ ചെയ്യുന്നു, കരാർ ചെയ്യുന്നു. അല്ലദീന ആമനു മിൻകും, മനുഷ്യരെ നിങ്ങളിൽ നിന്നും മുഅ്മിനീങ്ങളായ ആളുകളോട് അല്ലാഹു തആല കരാർ ചെയ്യുകയാണ്. ഈമാൻ മാത്രം പോരാ, വഅമിലു സ്വാലിഹാത്തി, വഅമിലു അവർ ചെയ്തിരിക്കുന്നു അസ്വാലിഹാത്തി സ്വാലിഹായ കർമ്മങ്ങൾ. അല്ലദീന എന്ന മൗസൂലയുടെ സിലയാണ് ആമനു എന്ന ജുംല. ആ ജുംലയിലെ കത്ഫാണ് അമില അമില അമിലു എന്ന ജുംല. ഈമാനും അമലും സ്വാലിഹും, ഈമാനും അമലും സ്വാലിഹുമുള്ള ആളുകൾക്ക് അല്ലാഹു തആല വഅദ ചെയ്തിട്ടുണ്ട്. അവരോട് അല്ലാഹു തആല കരാർ ചെയ്യുകയാണ്. എന്ത്? ലയസ്തഖ്ലിഫന്നഹും, നിശ്ചയം അല്ലാഹു തആല അവരെ ഖലീഫയാക്കും, പ്രതിനിധികളാക്കും. ഫിൽ അർളി, ഈ ഭൂമിയിൽ, മുഅ്മിനീങ്ങൾ താമസിക്കുന്ന നാട്ടിൽ, ഭൂമിയിൽ അല്ലാഹു തആല തീർച്ചയായും അവരെ പ്രതിനിധികളാക്കും. ബദലൻ അനിൽ കുഫാർ, കുഫാറിന് പകരമായിട്ട്, കുഫാറിന്റെ പ്രതിനിധികളായിട്ട് കുഫാറിനെ അല്ലാഹു തആല നശിപ്പിച്ച് അവർക്ക് പകരം അല്ലാഹു തആല മുഅ്മിനീങ്ങളെ പ്രതിഷ്ഠിക്കും. ഏതുപോലെ? കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, കമസ്തഖ്ലഫ അല്ലാഹു തആല ഖലീഫയാക്കിയതുപോലെ, പ്രതിനിധികളാക്കിയതുപോലെ, അല്ലദീന മിൻ ഖബ്ലിഹിം ഇവർക്ക് മുൻഗാമികളായ മുഅ്മിനീങ്ങളെ പ്രതിനിധികളാക്കിയതുപോലെ, ബനൂ ഇസ്രായേലിൽപ്പെട്ട വിശ്വാസികളായ ആളുകളെ ഫിർഔന്റെയും കൂട്ടരെയും, കുഫാറുകളായ ഫിർഔന് കൂട്ടര് പോലത്തെ ജബാബിറത്ത് പോക്കിരികളായ കിബുത്തികൾക്ക് പകരം പ്രതിനിധികളാക്കിയതുപോലെ നബി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട കുഫാറിന് പകരം മുഅ്മിനീങ്ങൾ അല്ലാഹു തആല ഈ നാട്ടിൽ, ഈ ഭൂമിയിൽ പ്രതിനിധികളാക്കും. കമസ്തഖ്ലഫ ബിൽ ബിനാഇൽ ഫാഇൽ, ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ട ഫിയൽ അഥവാ മഅറൂഫായിട്ട് ഇസ്തഖ്ലഫ അല്ലാഹു തആല പ്രതിനിധികളാക്കിയതുപോലെ, വൽ മഫ്ഊലി, മഫ്ഊലിന് വേണ്ടി എടുക്കപ്പെട്ട ഫിയലായിട്ടും ഖിറാഅത്തുണ്ട്. കമസ്തുഖ്ലിഫ,
കമസ്തുഖ്ലിഫല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുൻഗാമികളെ പ്രതിനിധികളാക്കപ്പെട്ടതുപോലെ. ആരാണ് മുൻഗാമികൾ? അല്ലദീന മിൻ ഖബ്ലിഹിം, അതിന് ബയാൻ മിൻ ബനി ഇസ്രായില, ബനു ഇസ്രായേലുകളാൽ. അപ്പൊ ഇവർക്ക് മുൻഗാമികളായ ബനു ഇസ്രായേലുകളെ പ്രതിനിധികളാക്കപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ അവരെ അല്ലാഹു തആല പ്രതിനിധികളാക്കിയതുപോലെ. ആർക്ക് പകരം? ബദലൻ അനിൽ ജബാബിറത്തി, പോക്കിരികളായ ധിക്കാരികളായ പിബുത്തികൾ ഉൾപ്പെടെയുള്ള കുഫാറിന് പകരം ബനു ഇസ്രായേലിലെ മുഅ്മിനീങ്ങളെ അല്ലാഹു തആല പ്രതിനിധികളാക്കിയതുപോലെ നബി തങ്ങളുടെ ഉമ്മത്തിലെ കുഫാറിന് പകരം മുഅ്മിനീങ്ങളെ അല്ലാഹു തആല പ്രതിനിധികളാക്കും, ഖലീഫമാരാക്കും. മാത്രവുമല്ല, അല്ലാഹു തആല വഅദ ചെയ്യുകയാണ്, വലയുമക്കിനന്ന ലഹും, അല്ലാഹു തആല ആ വിശ്വാസികൾക്ക്, അമലും സ്വാലിഹും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല സ്ഥിരപ്പെടുത്തി കൊടുക്കും, ദീനഹും, സ്ഥാപിച്ചു കൊടുക്കും, ഉറപ്പിച്ചു കൊടുക്കും, ദീനഹും, അവരുടെ ദീനിനെ. അല്ലത് എങ്ങനത്തെ ദീന്? ഇർത്തദാലഹും, അല്ലാഹു തആല അവർക്ക് തൃപ്തിപ്പെട്ടു കൊടുത്ത, പൊരുത്തപ്പെട്ടു കൊടുത്തതായ മതം. ഏതാണത്? വഹുൽ ഇസ്ലാം. അപ്പൊ ഇസ്ലാമിനെ ഇവിടെ സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്യും. ഇസ്ലാമിനെ അല്ലാഹു തആല സ്ഥാപിക്കൽ എങ്ങനെ? ബി അൻ യുദ്ഹിറഹു, ഇസ്ലാമിനെ അല്ലാഹു തആല വിജയിപ്പിച്ചുകൊണ്ട്, അലാ ജമീഇൽ അദിയാൻ, ബാക്കി എല്ലാ മതങ്ങളെക്കാളും ഇസ്ലാമിനെ അല്ലാഹു തആല വെളിപ്പെടുത്തി വിജയിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവർക്ക് ഇസ്ലാമിനെ അല്ലാഹു തആല സ്ഥാപിച്ചു കൊടുക്കും. മാത്രമല്ല, വയുവസ്സിഅ ലഹും, അല്ലാഹു തആല അവർക്ക് വിശാലമാക്കി കൊടുത്തുകൊണ്ടും, ഫിൽ ബിലാദി, നാടുകളിൽ അല്ലാഹു തആല അവർക്ക് വിശാലത കൊടുക്കും. അവർ താമസിക്കുന്ന മക്ക, മദീന എന്ന പ്രദേശങ്ങൾ മാത്രമല്ല, നാടുകൾ മൊത്തം അവർക്ക് വിശാലത നൽകപ്പെടും. അങ്ങനെ ഫയംലികൂഹ, അവര് നാടുകളൊക്കെ ഉടമയാക്കും. അങ്ങനെ അറേബ്യൻ ഉപഭൂഖണ്ഡം കഴിഞ്ഞ് ഇറാഖിലേക്കും ഇറാനിലേക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും, നാനാ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം എത്തിയിട്ടുണ്ട്. അതൊക്കെ മുസ്ലിമീങ്ങളുടെ അധീനതയിൽ വന്നിട്ടുണ്ട്. അല്ലാഹു തആല ആ വഅദ, ആ കരാർ പൂർത്തീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, അല്ലാഹു തആല പറയുകയാണ്, വലയുബദ്ദിലന്നഹും, നിശ്ചയം അല്ലാഹു തആല അവർക്ക് ബദലാക്കും, പകരം കൊടുക്കും, മിൻ ബഅദി ഖൗഫിഹിം, കുഫാറിനെ ചൊല്ലി അവർക്കുള്ള ഭീതിയുടെ അവസ്ഥക്ക് പകരം അംനൻ, നിർഭയാവസ്ഥ അല്ലാഹു തആല പകരം കൊടുക്കും. ലയുബദ്ദിലന്ന ബിത്തഖ്ഫീഫി വത്തശ്ദീദി, തഖ്ഫീഫ് കൊണ്ടും തശ്ദീദ് കൊണ്ടും ഉണ്ട്. ബദ്ദല യുബദ്ദിലു, അബ്ദല യുബ്ദിലു. ലയുബദ്ദിലന്ന തശ്ദീദ്, ലയുബ്ദിലന്ന തഖ്ഫീഫ്. രണ്ടിന്റെ അർത്ഥം തന്നെ. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് പകരം കൊടുക്കും, മിൻ ബഅദി ഖൗഫിഹിം മിനൽ കുഫാർ, കുഫാറിനെ തൊട്ടുള്ള അവരുടെ ഭീതിക്ക് പകരം അംനൻ, നിർഭയത്വം അല്ലാഹു തആല പകരം കൊടുക്കും. വഖദ് അൻജസല്ലാഹു വഅദഹു, അല്ലാഹു തആല നടപ്പാക്കി, വഅദഹു, പാലിച്ചു, വഅദഹു, അവൻ ചെയ്ത കരാറ്, ലഹും, മുഅ്മിനീങ്ങളോട് ചെയ്ത കരാറിനെ അവൻ പാലിച്ചു. ബിമാ ദുക്കിറ, ഈ പറയപ്പെട്ടത് കൊണ്ടുള്ള കരാറിനെ അല്ലാഹു തആല പാലിച്ചു. വഅസ്ന അലൈഹിം, എന്നിട്ട് അല്ലാഹു തആല ഇനി മുഅ്മിനീങ്ങളെ പുകഴ്ത്തുകയാണ്. ബി ഖൗലിഹി, അല്ലാഹുവിന്റെ വാക്കുകൊണ്ട് മുഅ്മിനീങ്ങളെ സനാ ചെയ്യുകയാണ്, പുകഴ്ത്തുകയാണ്. പുകഴ്ത്തുകയാണ് എന്ന് മാത്രമല്ല, ഇതൊരു ഇല്ലത്തും കൂടെയാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഇങ്ങനെയൊക്കെ ചെയ്തത്? യഅ്ബുദൂനനി, എങ്ങനത്തെ മുഅ്മിനീങ്ങളാ? യഅ്ബുദൂന, ആ മുഅ്മിനീങ്ങൾ ഇബാദത്ത് എടുക്കും, നീ എനിക്ക്. ലാ യുശ്രികൂന ബി ശൈഅ, എന്നോട് അവർ ഒന്നിനെയും പങ്കു ചേർക്കയില്ല, ഒന്നിനെയും പങ്കുകാരായിട്ട് അവർ വിശ്വസിക്കുകയില്ല. ഹുവ, ഈ ജുംല മുസ്തനിഫായ ജുംലയാണ്. ഫി ഹുക്മി തഅലീലി, ഇല്ലത്തിന്റെ ഹുക്മിലാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു തആല ഇങ്ങനെ അവർക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തത്? യഅ്ബുദൂനനി, അവരെനിക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്നതുകൊണ്ട്, എനിക്ക് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കാത്തത് കൊണ്ട് ഞാൻ അവർക്ക് ഈ വാദകളൊക്കെ പൂർത്തിയാക്കി കൊടുത്തു. ഇനി അല്ലാഹു തആല പറയുകയാണ്, വമൻ കഫറ ബഅദ ദാലികൽ ഇൻആമി, വമൻ കഫറ ബഅദ ദാലിക അൽ ഇൻആമ മിൻഹും ബിഹി, വമൻ കഫറ, വല്ല ഒരുത്തനും നന്ദികേട് കാണിച്ചാൽ, ബഅദ ദാലിക, അല്ലാഹു തആല അവൻ ചെയ്ത വഅദുകളും കരാറുകളും പൂർത്തീകരിച്ചതിന് ശേഷം കാഫിരീങ്ങളെ തൊട്ടുള്ള നിർഭയത്വം ഒഴിവാക്കി, കാഫിരീങ്ങളെ തൊട്ടുള്ള ഭയം ഒഴിവാക്കി നിർഭയത്വം കൊടുത്തു. അവരെ ഭൂമിയിൽ സ്വൈരവിഹാരത്തോടുകൂടെ ജീവിക്കാനുള്ള സാഹചര്യം അല്ലാഹു തആല ഒരുക്കി കൊടുത്തു. അതുപോലെ തന്നെ നാടുകളൊക്കെ മുഅ്മിനീങ്ങളുടെ അധീനതയിൽ കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ചെയ്തു കൊടുത്ത ശേഷം ഈ നിഅമത്തുകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ, വമൻ കഫറ ബഅദ ദാലിക്, ഇത്തരം കാര്യങ്ങൾക്ക് ശേഷം ആരെങ്കിലും
കുഫ്രാനുൻ നിഅമത്ത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ എന്ന അർത്ഥത്തിനല്ല ഇവിടെ നന്ദികേട് കാണിക്കുക. നന്ദികേട് കാണിച്ചു കഴിഞ്ഞാൽ എന്തിനേക്ക് നന്ദികേട്? അൽ ഇൻആമ, ഈ ഇൻആമുകൾക്ക്, മിൻഹും അവർക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത ഇൻആമിനിക്ക്, മിൻഹും അവരിൽ നിന്ന് ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ, ബിഹി ഈ പറയപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല ഇൻആം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഇൻആമിനിക്ക് ആരെങ്കിലും നന്ദികേട് കാണിച്ചു കഴിഞ്ഞാൽ ഫഉലൈക, അങ്ങനെ നന്ദികേട് കാണിക്കുന്ന മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളുകൾ ഹുമുൽ ഫാസിഖൂന, അവരാണ് ദുർനടപ്പുകാർ, അവരാണ് ഫാസിഖീങ്ങൾ, അവർ ഫാസിഖീങ്ങളാണ്, തെമ്മാടികളാണ്. അവ്വലു മൻ കഫറ, സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ആദ്യ തലമുറയിൽ നിന്ന് ആദ്യമായിട്ട് ഇങ്ങനെ കുഫ്രാനുൻ നിഅമത്തുണ്ടായ ആളുകൾ, അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ച ആളുകൾ ഖതലതു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖാതിലീങ്ങളാണ് ആദ്യമായിട്ട് നന്ദികേട് കാണിച്ചത്. അല്ലാഹു തആല ഇത്തരം നിയമത്തുകളൊക്കെ ചെയ്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലൊക്കെ ഇസ്ലാമിന്റെ പടയോട്ട കാലഘട്ടമായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളും ഇസ്ലാമിന്റെ അധീനതയിൽ വന്നു. മുസ്ലിമീങ്ങൾക്ക് നിർഭയത്വവും സ്വാതന്ത്ര്യവും നൽകി. എല്ലാം കൊണ്ട് മുസ്ലിമീങ്ങൾ റാഹത്തിലാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടും അവരുടെ ഖലീഫയാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ അവരിൽപ്പെട്ട ആളുകൾ തന്നെ കൊന്നു, നന്ദികേട് കാണിച്ചു. ഫസ്വാറു, അങ്ങനെ അവരായി യഖ്തതിലൂന, പരസ്പരം പോരടിക്കുന്നവരായി, യുദ്ധം ചെയ്യുന്നവരായി മുഅ്മിനീങ്ങൾ തന്നെ. ബഅദൻ കാനു ഇഖ്വാന, അവർ ഏകോദര സഹോദരന്മാരായി ജീവിച്ചിരുന്നതിന് ശേഷം, അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ശേഷം പിന്നെ പരസ്പരം ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളായി, നന്ദികേട് കാണിക്കുന്ന ആളുകളായി അവർ ഫാസിഖീങ്ങൾ തന്നെയാണ്. ഇനി അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് പറയുകയാണ്, മുഅ്മിനീങ്ങളെ അഖീമുസ്വല, നിങ്ങൾ നിസ്കാരത്തെ കൃത്യമായി ചൊവ്വാക്കി നിസ്കരിക്കണം, ശരിയായ രീതിയിൽ നിസ്കരിക്കണം. വആതു സകാത്ത, നിങ്ങളുടെ സമ്പത്തുകൾക്ക് നിർബന്ധമായിട്ടുമുള്ള സക്കാത്തിനെ നിങ്ങൾ കൊടുത്തു വീട്ടണം. വഅതിഉർ റസൂല, എന്ന് മാത്രമല്ല നബി തങ്ങൾ നിങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ നബി തങ്ങൾക്ക് വഴിപ്പെടണം. ഇങ്ങനെയൊക്കെ വഴിപ്പെടുന്നത് എന്തിനാ? ലഅല്ലക്കും, നിങ്ങളായേക്കാം, ഇങ്ങനെയൊക്കെ വഴിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളായേക്കാം, തുർഹമൂന, നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെടുന്നവരായേക്കാം, അള്ളാഹുവിന്റെ റഹ്മത്തിന് അർഹരായേക്കാം, ആവാൻ വേണ്ടി. ഐ റജാ അർ റഹ്മ, റഹ്മത്തിനെ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഉണ്ടായാലേ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് റഹ്മത്തിനെ പ്രതീക്ഷിക്കാൻ വകുപ്പുള്ളൂ. ലാ തഹ്സബന്ന ലാ യഹ്സബന്ന ബിൽ ഫൗഖാനിയത്തി വത്തഹ്താനിയത്തി. ഫൗഖാനി, ഫൗക്കിൽ പുള്ളിയുള്ള താവ് കൊണ്ട്, വത്തഹ്താനിയത്തി, തഹ്തിൽ പുള്ളിയുള്ള യാ കൊണ്ട്, രണ്ടും ഖിറാഅത്തുണ്ട്. ലാ തഹ്സബന്ന, എടോ നീ ഒരിക്കലും വിചാരിക്കണ്ട, അല്ലെങ്കിൽ നബിയെ അങ്ങ് വിചാരിക്കരുത്. ഒന്നുകിൽ ഏത് വ്യക്തിയോടാണ് ഖിതാബ്, അല്ലെങ്കിൽ നബി തങ്ങളോട് ഖിതാബ്. യഹ്സബന്ന ആകുമ്പോൾ ലമീർ ഇതുപോലെ തന്നെ നബിയിലേക്ക്, നബിയോടാണ്, നബിയിലേക്കാണ് ലമീർ മടങ്ങുന്നത്. ലാ യഹ്സബന്ന, ആ നബി തങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അല്ലെങ്കിൽ ഓരോരുത്തരിലേക്കും, ഓരോ വിചാരിക്കുന്ന ആളുകൾ ആരും ഒരാളും വിചാരിക്കരുത്. വൽ ഫായിലു അർ റസൂലു, ഫായില് റസൂലാണ്, നബി തങ്ങളോട് ഖിതാബായിട്ടാണ്, നബി തങ്ങളെ ഫായിലാക്കിയിട്ടാണ് മുഫസ്സിർ റഹ്മത്തുള്ളാഹി പറയുന്നത്. അങ്ങനെയും ആക്കാം, നമ്മൾ പറഞ്ഞ പോലെയും ആക്കാം, മറ്റു മുഫസ്സിറുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. കാഫിരീങ്ങളായ ആളുകളുടെ നെറുകേടുകളും മുനാഫിക്കീങ്ങളുടെ നെറുകേടുകളൊക്കെ പറഞ്ഞു. ഈ കാഫിരീങ്ങളായ ആളുകളെ അല്ലാഹു തആല വെറുതെ വിടൊന്നുമില്ല. അതുകൊണ്ട് ആരും കുഫറിലേക്ക് പോവണ്ട. ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല അള്ളാഹുവിന്റെ മുമ്പിൽ. അതുകൊണ്ട് കൃത്യമായി നിസ്കരിച്ച് സക്കാത്ത് കൊടുത്ത് അള്ളാഹുവിന്റെ റസൂലിക്ക് പൂർണ്ണമായും വഴിപ്പെട്ട് വിധേയപ്പെട്ട് മുഅ്മിനീങ്ങളായിട്ട് തന്നെ ജീവിക്കണം. എങ്കിൽ നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടും. ലാ തഹ്സബന്ന, നബിയെ ഒരിക്കലും അങ്ങ് വിചാരിക്കരുത്. അല്ലദീന കഫറു, കാഫിരീങ്ങളായ ആളുകളെ കുറിച്ച് അങ്ങ് ഒരിക്കലും വിചാരിക്കരുത്. മുഅ്ജിസീന, അവർ അശക്തരാക്കുന്നവരാണ് എന്ന നേരെ ഭാഷാർത്ഥം. ലന, നമ്മെ അശക്തരാക്കുന്നവരാണ്. ഫിൽ അർളി, ഈ ഭൂമിയിൽ വെച്ച് അവർ നമ്മെ അശക്തരാക്കും. നമുക്കവരെ പിടിക്കാൻ കിട്ടില്ല, നമുക്കവരെ ശിക്ഷിക്കാൻ കിട്ടില്ല, നമ്മളെ അവര് പരാജയപ്പെടുത്തും, നമ്മൾ തോൽക്കും, അവർ നമ്മളെ തോൽപ്പിക്കും എന്നൊന്നും വിചാരിക്കണ്ട.
എങ്ങനെയാണ് അവർ നമ്മളെ അശക്തരാക്കല്? ബി അൻ യഫൂതൂന, അവർ നമുക്ക് മിസ്സാവുക, നഷ്ടപ്പെടുക, ഫൗത്താവുക. നമ്മളവരെ പിടിക്കാൻ ചെല്ലുമ്പോൾ അല്ലാഹു തആല പറയുകയാണ്, ഞാൻ അവരെ ശിക്ഷിക്കാൻ വേണ്ടി അവരിലേക്ക് ശിക്ഷ ഇറക്കുമ്പോൾ ആ ശിക്ഷയിൽ അകപ്പെടാതെ അവർ രക്ഷപ്പെടുക, ശിക്ഷയിൽ അകപ്പെടാതെ നമുക്കവർ മിസ്സായിക്കൊണ്ട് അവർ വിജയിക്കുക, ശിക്ഷ ഇറക്കിയ നമ്മൾ പരാജയപ്പെടുക. അതൊരിക്കലും സംഭവിക്കില്ല. അങ്ങനെ ഒരിക്കലും വിചാരിക്കണ്ട. ഇവിടെ വേണമെങ്കിൽ തന്നെ നമുക്ക് അവരെ പിടിക്കാൻ കഴിയും. ആഖിറത്തിലോ വമഅവാഹും, അവരെ മടക്കസ്ഥലം, അവരെ അഭയകേന്ദ്രം, അവർക്ക് ചെന്നുകൂടാനുള്ള സ്ഥലമാകുന്നത് മർജിഉഹും, അവരുടെ മടക്കസ്ഥലം അന്നാറു, ഭീകരമായ നരകമാണ്. വലബിഅ്സൽ മസീർ, മസീർ എന്ന് പറഞ്ഞാൽ അൽ മർജിഉ, മടക്കസ്ഥലങ്ങൾ വളരെ മോശം, മടക്കസ്ഥലം വളരെ മോശമാണ്. ഹിയ, പ്രത്യേകിച്ച് ആ നരകം. ഇനി അല്ലാഹു തആല പൊതുവെ നമ്മൾ പാലിക്കേണ്ടതായ സംസ്കാരങ്ങൾ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന ആയത്തിൽ. ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ, അവതരണ പശ്ചാത്തലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. മിദ്ലജ് ഇബ്നു അംർ എന്ന ഒരു അടിമയെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരു ഉച്ച സമയത്ത് പറഞ്ഞു വിട്ടു, ഉമറിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഉറങ്ങുകയാണ്. കൈലൂലത്ത് ഉറങ്ങുന്ന സമയമൊക്കെയായിരിക്കും. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ എല്ലാവരും ഡ്രസ്സ് പൂർണ്ണമായിട്ടും ധരിക്കണമെന്നില്ലല്ലോ, ഷർട്ടൊന്നും ധരിക്കണമെന്നില്ല. ഏതായാലും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം വന്നത്. ഈ അടിമ ഉമർ റളിയല്ലാഹുവിനെ ആ കോലത്തിൽ കാണുന്നത് ഉമർ റളിയല്ലാഹുവിന് ഇഷ്ടമായില്ല. അങ്ങനത്തെ ഒരു സമയത്താണ് ഇദ്ദേഹം കയറി വന്നത്. അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് ഇറങ്ങിയതാണ് എന്നൊരഭിപ്രായം. അതല്ല, അസ്മാ ബിൻത്ത് മർസദ് എന്ന വനിത, സഹാബി വനിത, അവർക്ക് വലിയൊരു അടിമയുണ്ടായിരുന്നു. ആ അടിമ വീട്ടുജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ റൂമിലേക്കൊക്കെ കയറി ചെല്ലും. ആ സമയത്ത് ഒരുപക്ഷെ ഇവര് തലയിലിട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ആകുമ്പോൾ പൂർണ്ണമായിട്ടും ഡ്രസ്സ് ധരിക്കണമെന്നില്ലല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ ഒരു അടിമയായ ഒരു പുരുഷൻ ഈ മഹദിയുടെ ശരീരഭാഗങ്ങൾ കാണുന്നതിൽ മഹദിക്ക് വെറുപ്പുണ്ടായി. അവർ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പരാതി പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ ഖാദിമീങ്ങളും ഞങ്ങളുടെ കുട്ടികൾ, ഖാദിമീങ്ങളാവുന്ന അടിമകൾ, ഇവരൊക്കെ ഞങ്ങൾ ഇഷ്ടപ്പെടാത്ത പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ഞങ്ങളുടെ അടുക്കിലേക്ക് കയറി വരുന്നുണ്ട്, അതിൽ ഞങ്ങൾക്ക് വിഷമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇറങ്ങിയതാണ് ഈ ആയത്ത് എന്നും അഭിപ്രായമുണ്ട്. രണ്ടിനെ ചൊല്ലിയിട്ട് ഇറങ്ങിയതും ആവാം. അല്ലാഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായ ആളുകളെ, ലിയസ്തഇദിൻകും, ഇസ്തഇദന യസ്തഇദിനു അൽഅംറു മിൻഹു ഇസ്തഇദിൻ ലിയസ്തഇദിൻ, അംറുവായിബ്, ലിയസ്തഇദിൻ, സമ്മതം ചോദിക്കട്ടെ, കും, നിങ്ങളോട് സമ്മതം ചോദിക്കട്ടെ, അല്ലദീന മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ അടിമകൾ, അല്ലദീന ഒരുത്തർ സമ്മതം ചോദിക്കട്ടെ. എങ്ങനത്തെ ഒരുത്തർ? മലക്കത്ത്, ഉടമയാക്കിയിരിക്കുന്നു, ഐമാനുക്കും, നിങ്ങളുടെ വലം കൈകൾ അവരെ ഉടമയാക്കിയിട്ടുണ്ട്. വലം കൈ കൊണ്ടുള്ള വാങ്ങുക, വലത് കൈ കൊണ്ട്, അഥവാ അടിമകൾ എന്നാണ് ഉദ്ദേശം. നിങ്ങളുടെ വലത് കൈകൾ ഉടമയാക്കിയതായ അടിമകൾ നിങ്ങളോട് സമ്മതം ചോദിക്കട്ടെ. ആരാണ് നിങ്ങൾ ഉടമയാക്കിയ ആളുകൾ? മിനൽ അബീദി വൽ ഇമായി, അബീദ് അബദിന്റെ അടിമ പുരുഷന്മാർ, വൽ ഇമായി, അമത്തിന്റെ ഇമാ, അടിമ സ്ത്രീകൾ. നിങ്ങൾ ഉടമയാക്കിയ അടിമ സ്ത്രീകളും അടിമ പുരുഷന്മാരും നിങ്ങളോട് സമ്മതം ചോദിക്കട്ടെ. അതുപോലെ വല്ലദീന, യാതൊരുത്തരും സമ്മതം ചോദിക്കട്ടെ. എങ്ങനത്തെ ഒരുത്തര്? ലം യബ്ലുഗു, അവരെത്തിച്ചിട്ടില്ല, അൽ ഹുലുമ, പ്രായപൂർത്തിയെ അവരെത്തിച്ചിട്ടില്ല, പ്രായപൂർത്തി അവർക്കായിട്ടില്ല, അങ്ങനത്തെ കുട്ടികൾ. മിൻകും, അവർ നിങ്ങളിൽപ്പെട്ടവരായ, അഥവാ മിനൽ അഹ്റാരി, സ്വതന്ത്രരായ. അപ്പൊ അടിമകളായ വലിയ ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും സമ്മതം ചോദിക്കട്ടെ. അതുപോലെ വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും, നിങ്ങളിൽ നിന്നും സ്വതന്ത്രരിൽപ്പെട്ട, മിൻകും എന്ന് പറഞ്ഞാൽ മിനൽ അഹ്റാർ, സ്വതന്ത്രരായ പ്രായപൂർത്തിയാവാത്ത കുട്ടികളും സമ്മതം ചോദിക്കട്ടെ. പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടികൾ എന്നല്ല ഉദ്ദേശം. വഅറഫു അംറൻ നിസാ, സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആ പ്രായത്തിലേക്ക് എത്തി, എന്നാൽ പ്രായപൂർത്തി എത്തിയിട്ടില്ല. അഥവാ സ്ത്രീകളുടെ ഔറത്തൊക്കെ വർണ്ണിക്കാനും വിവരിക്കാനും കഴിവുള്ള, മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട്, അഥവാ പ്രായപൂർത്തിയുടെ അടുത്തെത്തിയിട്ടുണ്ട്.
അങ്ങനെയുള്ള കുട്ടികളും സമ്മതം ചോദിക്കട്ടെ. സലാസ മർറാത്തിൻ 3 പ്രാവശ്യം സമ്മതം ചോദിക്കട്ടെ. എപ്പോ ഫി സലാസി ഔഖാത്തിൻ 3 സമയങ്ങളിലായിട്ട് 3 പ്രാവശ്യം അവർ സമ്മതം ചോദിക്കട്ടെ. 3 പ്രാവശ്യം സമ്മതം ചോദിക്കണം. അതിന്റെ 3 സമയത്ത് ഏതൊക്കെയാണ് ആ 3 സമയങ്ങൾ? അതിന് വിശദീകരണമാണ് അല്ലാഹു തആല പറയുന്നത്. മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, ഫജ്ർ നിസ്കാരത്തിന് മുൻപ് നിങ്ങളുടെ റൂമിലേക്ക് അവർ കയറി വരികയാണെങ്കിൽ അവർ സമ്മതം ചോദിക്കട്ടെ. എന്തുകൊണ്ട്? ഫജറിന് മുമ്പ് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയമാണ്. സുബഹിസ്കാരത്തിന് മുൻപ് ലിഅന്നഹു വഖ്തുൽ ഖിയാമി മിനൽ മലാജി, കിടപ്പറയിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയമാണല്ലോ. അതുപോലെ വതർഹി സിയാബിൻ നൗമി, ഉറങ്ങുമ്പോൾ ധരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ചേഞ്ച് ചെയ്യുന്ന, അതൊക്കെ അഴിച്ചു വെച്ച് ഉണർച്ചയിൽ ധരിക്കേണ്ട ഡ്രസ്സുകൾ അണിയുന്ന ടൈമാണ്. നൈറ്റികളൊക്കെ അഴിച്ചു വെച്ച് മറ്റ് സാധാ ഡ്രസ്സുകളൊക്കെ മാറ്റുന്ന സമയമാണല്ലോ. ആ സമയത്ത് അപ്രതീക്ഷിതമായി സമ്മതമില്ലാതെ കയറി വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറുന്ന സമയമൊക്കെ ആണെങ്കിൽ അത് വിഷമുണ്ടാക്കി തീർക്കും. അതുകൊണ്ട് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, ഫജ്ർ നിസ്കാരത്തിന് മുൻപ് അവർ സമ്മതം ചോദിക്കട്ടെ. വഹീന തളഊന സിയാബകും മിനൽ ലഹീറ, അതുപോലെ തന്നെ വഹീന തളഊന സിയാബകും, നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് അഴിച്ചു വെക്കുന്ന സമയത്ത്, മിനൽ ലഹീറ ളുഹറിന്റെ സമയത്തിൽ നിന്ന്, ഐ വഖ്തൽ ളുഹർ, ഉച്ച സമയത്ത് നിങ്ങൾ ഡ്രസ്സ് അഴിച്ചു വെച്ച് കൈലൂലത്ത് ഉറങ്ങാൻ വേണ്ടിയിട്ട് സാധാ ധരിക്കുന്ന ഡ്രസ്സ് അഴിച്ച് ഉറങ്ങുന്ന സമയത്തേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ മാറുന്ന സമയമാണ്. ആ സമയത്തും ഇവർ സമ്മതം ചോദിച്ചിട്ട് മാത്രം കയറി വരട്ടെ. അതുപോലെ വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നിസ്കാരത്തിന്റെ ശേഷമുള്ള സമയം, അതും ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരിക്കും. അപ്പോഴും ഡ്രസ്സുകളൊക്കെ മാറുന്ന സമയമാണ്. ആ സമയത്തും അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉറക്കത്തിൽ ആവുന്ന സമയത്ത് ഒരു പക്ഷേ ആവൃത്തുകളൊക്കെ വെളിപ്പെടാനൊക്കെ സാധ്യതയുണ്ട് ഈ 3 സമയത്തും. അതുകൊണ്ട് ഈ 3 സമയത്തും അവർ 3 പ്രാവശ്യം സമ്മതം ചോദിക്കട്ടെ. സലാസു ഔറാത്തില്ലക്കും, ഇത് 3 സുബ്ഹിക്ക് മുമ്പ്, ഉച്ച സമയത്ത്, ഇശാക്ക് ശേഷം, ഇത് 3 സലാസു ഔറാത്തില്ലക്കും നിങ്ങളുടെ ഔറത്തുകൾ വെളിപ്പെടുന്ന 3 സമയമാണ്. ഇവിടെ സലാസു എന്നിടത്ത് റഫ്അ് കൊണ്ടും ഖിറാഅത്തുണ്ട്, നസ്ബ് കൊണ്ടും ഖിറാഅത്തുണ്ട്. സലാസു ഔറാത്തില്ലക്കും, സലാസ ഔറാത്തില്ലക്കും. ആദ്യം സലാസു ഔറാത്തില്ലക്കും എന്ന ഖിറാഅത്ത് പറയാം. മുഫസ്സിർ റഹ്മത്തുള്ളാഹി പറയുന്നു, നോക്കൂ, ബിർ റഫ്ഇ, സലാസു എന്ന് റഫ്അ് കൊണ്ട്. തർക്കീബ് എന്താണ്? ഖബറു മുബ്തദഇൻ മുഖദ്ദരിൻ, കളയപ്പെട്ട ഒരു മുബ്തദയുടെ ഖബറാണ്. മുബ്തദനെ സങ്കല്പിക്കൽ ഹിയ, ഹിയ, ഇത് 3, ഈ പറയപ്പെട്ടത് 3 സലാസു ഔറാത്തില്ലക്കും നിങ്ങളുടെ 3 ഔറത്തുകളാണ് എന്നാണ് നേരെ ഭാഷാർത്ഥം. ഇത് 3 ഔറത്തുകളല്ലല്ലോ, ഔറത്തുകൾ വെളിവാകുന്ന സമയമാണല്ലോ ഇത്. അതുകൊണ്ട് സമയങ്ങൾ എന്നറിയിക്കുന്ന ഒരു പദവും അവിടെ കളയപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇനി പറയുന്നത്. എങ്ങനത്തെ മുബ്തദ? ഖബർ മുബ്തദയും മുഖദ്ദരിൻ, മുഖദ്ദറായ മുബ്തദയുടെ ഖബറാണ് സലാസു. ആ മുബ്തദക്ക് വിശേഷണം പറയാണ്. ബഅദഹു, ആ മുബ്തദയുടെ ശേഷമുണ്ട് മുലാഫുൻ, ഒരു മുലാഫുമുണ്ട്, ഒരു മുലാഫും കളയപ്പെട്ടിട്ടുണ്ട്. ഏതാണ് മുലാഫ്? ഔഖാത്ത്. അപ്പൊ ഉണ്ടായിരുന്നത് ഹിയ ഔഖാത്തു സലാസി ഔറാത്തില്ലക്കും, ഔഖാത്തു ഹിയ ഔഖാത്തു സലാസി ഔറാത്തില്ലക്കും എന്നാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് എന്തായി? ഹിയ മുബ്തദ, ഔഖാത്തു ഖബർ, സലാസി മുലാഫുൻ ഇലൈഹി. ഈ ഔഖാത്തു എന്ന മുലാഫിനെയും ഹിയ എന്ന മുബ്തദയെയും, അഥവാ ഹിയ എന്ന മുബ്തദയെയും ഔഖാത്തു എന്ന ഖബറിനെയും കളഞ്ഞു. ഖബറാവുന്ന ഔഖാത്തുവിന്റെ മുലാഫിനിലഹിയാണ് സലാസ്. ആ മുലാഫിനിലഹിയെ ഖബറിന്റെ പോസ്റ്റിൽ കൊണ്ടുവന്നു, ഖബറിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്നു. അപ്പൊ മുലാഫിനിലഹി ഖബറിന്റെ പോസ്റ്റിൽ വന്നതുകൊണ്ട് ഖബറിന്റെ സ്വഭാവം കാണിച്ചു, റഫ്ഓട് കൂടെ വന്നു. അങ്ങനെയാണ് ഉണ്ടായത്. ഓക്കെ, അതാണ് ഇനി പറയുന്നത്. വഖാമൽ മുലാഫു ഇലൈഹി മഖാമ, മുലാഫുൻ ഇലൈഹി മഖാമഹു, മുലാഫിന്റെ സ്ഥാനത്ത് നിന്നു. അഥവാ ഖബറാണല്ലോ മുലാഫുൻ ഇലൈഹി, അതിന്റെ സ്ഥാനത്ത് നിന്നു. തഖ്ദീർ എങ്ങനെയാണ്? ഐ ഹിയ ഔഖാത്തു സലാസി ഔറാത്തില്ലക്കും, ഈ പറയപ്പെട്ടത് 3 ഔഖാത്തു സലാസി ഔറാത്തില്ലക്കും നിങ്ങളുടെ ഔറത്തുകളുടെ 3 സമയങ്ങളാണ് എന്ന്. ഇനി വബിൻ നസ്ബി, നസ്ബ് കൊണ്ടും ഖിറാഅത്തുണ്ട്, സലാസ ഔറാത്തില്ലക്കും. അപ്പൊ എന്താണ് തർക്കീബ്? ബി തഖ്ദീരി ഔഖാത്ത്, ഔഖാത്ത് അവിടെയും കളയപ്പെട്ടിട്ടുണ്ട്. മൻസൂബൻ, അവിടെ ഔഖാത്ത് മൻസൂബായിട്ടാണ് കളയപ്പെട്ടത്. നേരത്തെ പറഞ്ഞ ഖിറാഅത്തിൽ ഔഖാത്തു ഖബറായിരുന്നു, മർഫു ആയ ഔഖാത്താണ് കളയപ്പെട്ടത്. ഇവിടെ മൻസൂബായ ഔഖാത്ത് കളയപ്പെട്ടു. ഔഖാത്തിനിക്ക് എങ്ങനെ നസ്ബ് കിട്ടി? ബദലൻ
മിൻ മഹല്ലി മാ ഖബ്ലഹു, മാ ഖബ്ലിന്റെ മഹല്ലിൽ നിന്ന് ബദലായിട്ട്. മാ ഖബ്ൽ ഏതാണ്? ഈ 3 സമയങ്ങൾ. മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, ജാർ മജ്റൂറാണ്. ജാർ മജ്റൂറിന്റെ മഹല്ല് നസ്ബാണല്ലോ. മിൻ ഖബ്ലി ജാർ മജ്റൂറാണ്, മഹല്ല് നസ്ബാണ്. കാരണം ജാർ മജ്റൂറുകളൊക്കെ ലർഫാണ്, മഫ്ഊൽ ഫീയുടെ സ്ഥാനത്താണ്. മഫ്ഊൽ ഫീലിക്ക് ഇറാബ് നസ്ബാണല്ലോ. അപ്പൊ ആ മഹല്ലിൽ നിന്ന് നസ്ബായിട്ടാണ് ഔഖാത്ത, നസ്ബ് കൊണ്ട് ഖിറാഅത്ത്. ആ ഔഖാത്തയുടെ മുലാഫിലേഹിയാണ് സലാസി ഔറാത്തില്ലക്കും. അപ്പൊ ആ ഖിറാഅത്ത് പ്രകാരമുള്ളത് വമിൻ ബഅദി സ്വലാത്തിൽ ഇശാഇ സലാസ ഔഖാത്ത സലാസി ഔറാത്തില്ലക്കും, ഔഖാത്ത സലാസി ഔറാത്തില്ലക്കും. അവിടെ ഔഖാത്ത എന്ന ബദലിനെ കളയപ്പെട്ടപ്പോ അതിന്റെ മുലാഫിനിലേഹിയായിരുന്ന സലാസ് എന്നതിനെ ഔഖാത്തിന്റെ സ്ഥാനത്ത് നിർത്തി. ഔഖാത്ത് ബദലാണ് തർക്കീബ്, ആ സ്ഥാനത്ത് സലാസ് വന്നു. അപ്പോൾ ബദലിന്റെ ഇറാബ് സലാസിനിക്ക് ലഭിച്ചു. യഥാർത്ഥത്തിൽ സലാസ് മുലാഫിലേഹി ആയിരുന്നു. അതിന്റെ മുലാഫാവുന്ന ഔഖാത്ത് പോയി ആ സ്ഥാനത്ത് മുലാഫിലേഹി വന്നപ്പോ മുലാഫിന്റെ ഇറാബ് മുലാഫിനിലേഹി കൊടുത്തതാണ്. അങ്ങനെയാണ് സലാസ എന്ന ഖിറാഅത്ത് വന്നത്. അതാണ് പറയുന്നത് ഖാമൽ മുലാഫിലേഹി. ഇവിടെ മുലാഫിനിലേഹി നിന്നു, മഖാമഹു മുലാഫിന്റെ സ്ഥാനത്ത് നിന്നു. മനസ്സിലായല്ലോ? വഹിയ, എന്തുകൊണ്ടാണ് ഈ 3 സമയത്തും സമ്മതം ചോദിക്കണം എന്ന് പറയാൻ കാരണം? വഹിയ, ഈ 3 സമയങ്ങൾ ലിഇൽഖാഇ സിയാബി, ഡ്രസ്സുകൾ അഴിച്ചു വെക്കുന്ന കാരണം കൊണ്ട്, ഡ്രസ്സ് ചേഞ്ച് ആകുന്ന കാരണത്തിന് വേണ്ടി, തബ്ദു ഫീഹൽ ഔറാത്തു, തബ്ദു ഫിഹ, ഈ 3 സമയങ്ങളിൽ വെളിപ്പെടും അൽ ഔറാത്തു, ഔറത്തുകൾ വെളിപ്പെടും. അതുകൊണ്ടാണ് ഈ 3 സമയത്ത് സമ്മതം ചോദിക്കണം എന്ന് പറയുന്നത്. ഇനി എന്നാൽ ലൈസ അലൈക്കും, വിശ്വാസികളെ നിങ്ങളുടെ മേലില്ല, വലാ അലൈഹിം, ആ അടിമകളുടെ മേലുമില്ല, അയിൽ മമാലിക്കി വസിബിയാനി, സമ്മതം ചോദിക്കേണ്ടവരായ കുട്ടികളുടെയും അടിമകളുടെയും മേലില്ല. എന്തില്ല? ജുനാഹുൻ, കുറ്റമില്ല. ഫിദ്ദുഖൂലി അലൈക്കും, നിങ്ങളുടെ മേൽ കയറി വരുന്നതിൽ, നിങ്ങളുടെ മേൽ പ്രവേശിക്കുന്നതിൽ അവർക്ക് കുറ്റമില്ല. എങ്ങനെ പ്രവേശിക്കുക? ബിഗൈരി ഇസ്തിഅ്ദാനി, സമ്മതമില്ലാതെ. സമ്മതമില്ലാതെ അവർ കയറി വരുന്നതിൽ കുറ്റമില്ല. എപ്പോ കയറി വരികയാണെങ്കിൽ ബഅദഹുന്ന, ഈ 3 സമയങ്ങൾക്ക് ശേഷം. ഈ 3 സമയങ്ങളിലല്ലാത്ത സമയങ്ങളിൽ സമ്മതമില്ലാതെ കയറി വരുന്നതിൽ അവർക്ക് കുറ്റമില്ല. ഐ ബഅദൽ ഔഖാത്തി സലാസ, ഈ 3 സമയമല്ലാത്ത സമയങ്ങളിൽ അടിമകളോ കുട്ടികളോ സമ്മതം ചോദിക്കാതെ കയറി വരുന്നതിൽ അവർക്ക് കുറ്റമില്ല. കാരണം എന്തുകൊണ്ട്? ഹും, ഈ അടിമകളും കുട്ടികളൊക്കെ തവ്വാഫൂന അലൈക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ മേൽ കറങ്ങി നടക്കുന്നവരാണ്. ലിൽ ഖിദ്മത്തി, നിങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്. ബഅലുക്കും, നിങ്ങളിൽ ബഅല്, നിങ്ങളിൽപ്പെട്ട ചിലര് ത്വായിഫുൻ അലാ ബഅലിൻ, മറ്റു ചിലരുടെ മേലും കറങ്ങി നടക്കുന്ന സമയങ്ങളാണല്ലോ അതൊക്കെ. റെസ്റ്റ് എടുക്കുന്ന സമയമല്ലല്ലോ. അതുകൊണ്ട് തന്നെ പരസ്പരം കാണേണ്ടി വരും, സമ്മതം ചോദിക്കാതെ കയറി വരേണ്ടി വരും. എപ്പോഴും അങ്ങനെ കറങ്ങി നടക്കുന്നതിന്റെ ഇടയിലൊക്കെ സമ്മതം ചോദിക്കുക. വീട്ടിലൂടെ അങ്ങനെ ഓരോ ജോലിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ സമ്മതം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സമ്മതം ചോദിക്കാതെ പ്രവേശിക്കുന്നതിന് കുറ്റമില്ല. വൽ ജുംലത്തു മുഅക്കിദത്തുൽ ലിമാ ഖബ്ലഹ, ബഅലുക്കും അലാ ബഅലിൻ എന്ന ജുംല മുമ്പുള്ളതിനിക്ക് തഅക്കീദാണ്. കദാലിക, ഇത്രയും അല്ലാഹു തആല വിവരിച്ചു തന്നതുപോലെ, കമാ ബയ്യന മാ ദുകിറ, പറയപ്പെട്ടതിനെ അല്ലാഹു തആല വിവരിച്ചതുപോലെ, യുബയ്യിനുല്ലാഹു, അല്ലാഹു തആല വെളിവാക്കി തരും, വിശദീകരിച്ചു തരും, വെളിപ്പെടുത്തി തരും. ലക്കും, നിങ്ങൾക്ക്, അൽ ആയാത്തി, അല്ലാഹുവിന്റെ അഹ്കാമുകൾ, അയിൽ അഹ്കാമി, അയിൽ അഹ്കാമ, അഹ്കാമുകൾ അല്ലാഹു തആല വെളിവാക്കി തരും. വല്ലാഹു അലീമുൻ, അല്ലാഹു തആല സൂക്ഷ്മമായി അറിയുന്നവനാണ്, ശരിക്കറിയുന്നവനാണ്. ബിഉമൂരി ഖൽഖിഹി, അവന്റെ സൃഷ്ടികളുടെ എല്ലാ കാര്യങ്ങളും ശരിക്കറിയുന്നവനാണ്. ഹക്കീമുൻ, അവൻ തന്ത്രജ്ഞനുമാണ്. ഫീമാ ദബ്ബറഹു ലഹും, സൃഷ്ടികൾക്ക് വേണ്ടി അവൻ തദ്ബീർ നടത്തുന്ന, കൈകാര്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതിന്റെ പിന്നിലൊക്കെ ഹിക്മത്തുമുള്ളവനാണ്. അപ്പോ അടിമകളും കുട്ടികളൊക്കെ റൂമിലേക്ക് കയറി വരുമ്പോൾ സമ്മതം ചോദിക്കണമെന്ന് പറഞ്ഞു. ഇത് അന്യരാവണമെന്നില്ല, നമ്മുടെ മക്കൾ തന്നെ ആവാം. പക്ഷേ നമ്മുടെ ഔറത്തും നമ്മുടെ മക്കൾ കാണല് നമുക്ക് വിഷമുണ്ടാക്കുന്ന, നാണമുണ്ടാക്കുന്ന കാര്യമാണല്ലോ. ഈ ആയത്ത് സമ്മതം ചോദിക്കണമെന്നുള്ള ഈ നിയമം, ആയത്തുൽ ഇസ്തിഅ്ദാനി, റൂമിലേക്ക് കയറി വരുമ്പോൾ സമ്മതം ചോദിക്കണമെന്ന് ഈ ആയത്ത്, ഖീല, ഈ ആയത്തിനെ ചൊല്ലി പറയപ്പെട്ടു. മുഫസ്സിരീങ്ങളിൽ, ഇമാംമാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട് മൻസൂഖത്തുൻ, ഈ ആയത്ത് ദുർബലമാണ്, ദുർബലപ്പെട്ടതാണ്. ഈ നിയമം ദുർബലപ്പെട്ടു. ആയത്ത് ഇപ്പോഴുണ്ട്, ഈ ആയത്തിൽ നിന്ന് കിട്ടിയ നിയമം അല്ലാഹു തആല പിൻവലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ സമ്മതം ചോദിക്കുന്ന നിയമം ഇപ്പൊ ഇല്ല. വക്കീല, മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നു ഇല്ല, മൻസൂഖ് അല്ല. അതുകൊണ്ട് ഈ നിയമം ഇപ്പോഴും നിലവിലുണ്ട്, സമ്മതത്തോടു കൂടെ കയറാവൂ.
വലാക്കിൻ ഇത് മൻസൂഖ് അല്ലെങ്കിലും പക്ഷേ തഹാവനന്നാസു ജനങ്ങൾ നിസ്സാരമാക്കി ഫീ തർക്കിൽ ഇസ്തിഅ്ദാൻ അലംഭാവം കാണിക്കുകയാണ്. ഫീ തർക്കിൽ ഇസ്തിഅ്ദാനി സമ്മതം ചോദിക്കൽ ഉപേക്ഷിക്കുന്നതിൽ ജനങ്ങൾ അലസത കാണിച്ചു, ജനങ്ങൾ അത് ശ്രദ്ധിക്കാതെ പോയി എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് സമ്മതം ചോദിക്കൽ ഇല്ലാതെ പോയത്. നിയമം ദുർബലപ്പെട്ടതല്ല. മനസ്സിലായല്ലോ? ഇനി വൈദാ ബലഗൽ അത്ഫാലു മിൻകും അയ്യുഹൽ അഹ്റാർ, സ്വതന്ത്രരായ ആളുകളെ, നിങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് ബുലുവായി കഴിഞ്ഞാൽ, അവരാ എത്തിയാൽ, അൽ ഹുലുമ പ്രായപൂർത്തിയിലേക്ക് അവരെത്തിയാൽ, ഫൽയസ്തഅ്ദിനു അവർ സമ്മതം ചോദിക്കട്ടെ, ഫി ജമീഇൽ ഔഖാത്ത് എല്ലാ സമയത്തും. പ്രായപൂർത്തിയായ വലിയ ആളുകളായിരിക്കും. അപ്പൊ അവര് അന്യ ആളുകളുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും സമ്മതം ചോദിക്കണം. കാരണം അവിടെ കാണാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ സമ്മതത്തോടു കൂടെ മാത്രമേ പ്രവേശിക്കാവൂ. ഫൽയസ്തഅ്ദിനു അവർ സമ്മതം ചോദിക്കട്ടെ, ഫി ജമീഇൽ ഔഖാത്ത്. ഏതുപോലെ കമസ്തഅ്ദന അല്ലദീന മിൻ ഖബ്ലിഹിം മുമ്പ് പറയപ്പെട്ടതായ ആളുകൾ സമ്മതം ചോദിക്കുന്നത് പോലെ പ്രായപൂർത്തിയായ കുട്ടികളും സമ്മതം ചോദിക്കട്ടെ. ആരാണ്? അല്ലദീന മിൻ ഖബ്ലിഹിം അൽ അഹ്റാറുൽ കിബാർ, വലിയ സ്വതന്ത്രര്. അത് നമ്മള് മുൻപ് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതിക്കും, മറ്റുള്ള ആളുകളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുഅ്മിനീങ്ങളെ നിങ്ങൾ സമ്മതം ചോദിക്കണം, ഇസ്തിഗ്നാസ് നടത്തണം എന്നൊക്കെ. ആ പറയപ്പെട്ട ആളുകളെ പോലെ തന്നെ പ്രായപൂർത്തിയായ കുട്ടികളും മറ്റു വീട്ടിലേക്ക് കയറുമ്പോഴൊക്കെ സമ്മതം ചോദിക്കണം. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതി, ഇതുപോലെ അല്ലാഹു തആല ഇനിയും അവന്റെ അഹ്കാമുകളും സംസ്കാരങ്ങളൊക്കെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. വല്ലാഹു അലീമുൻ ഹകീമുൻ, അല്ലാഹു തആല അവന്റെ സൃഷ്ടികളെ എല്ലാ പ്രവർത്തനങ്ങളും ശരിക്കറിയുന്നവനും ഹക്കീമുൻ, അവൻ തീരുമാനിക്കുന്ന നടപ്പാക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഹിക്മത്തുള്ളവനുമാണ്, തന്ത്രങ്ങളും വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളുമാണ്. മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.